ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടുത്തെ തീരുമാനത്തിന് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരികെ പോകാൻ വന്നത്. എന്റെ മോനെ കാത്തോടെ. പിന്നെ തലമുടി ചൂല് പോലെ ഇരിക്കുന്നത് ഇവരെ കിരീടം. രാധമ്മ ഇനിയിപ്പൊ തൊഴിലുറപ്പിന് പോയാലോ അതല്ല ഇനിയിപ്പോ മൈക്കാട് പണിക്ക് പോയാലോ എനിക്ക് ഒന്നുമില്ല. പക്ഷെ ഞാനൊരു അഖിലേന്ത്യൻ ടൂർ പ്ലാൻ ചെയ്തിരിക്കുക. അടുത്ത ആഴ്ച പോണം. നിങ്ങൾ എവിടെയെങ്കിലും പോ, എനിക്കെന്താ. അല്ല, ഈ പറഞ്ഞത് നേരാണോ? അമ്മ ടൂറിന് പോകുന്നുണ്ടോ? എന്താടി, ഞാനേ ഈ രാജ്യം മുഴുവനും ചുറ്റി സഞ്ചരിച്ചാ എനിക്ക് എന്താ കഴിക്കുവോ? അതാ നിനക്ക് കഴിക്കുവോ? അല്ല, ഇന്ത്യയിൽ മാത്രമാണോ അതോ അന്യരാജ്യത്തേക്കും പോകുന്നുണ്ടോ? അതെ, എനിക്ക് ഇന്ത്യക്ക് പുറത്തു പോണമെങ്കിൽ വിമാന ടിക്കറ്റ് മാത്രം പോരല്ലോ, ലിസയും വേണ്ടേ? ലിസയോ? ആ, ലിസ ലിസ. ലിസയ്ക്കാടി ഇവര് ലിസ ലിസ എന്നൊക്കെ പറയുന്നത്. തള്ളക്കല്ല അറിയാം. ദൈവമേ, ആ ലാപ്ടോപ്പിന്റെ മുഴുവൻ കമ്മീഷൻ ഇവരെ അക്കൗണ്ടിലേക്ക് വന്ന് നിറയ. ഇവർക്ക് എന്തായാലും പിടിവീഴും. പിറകെ ഞാനും അകത്താവും. അയ്യോ, ലിസയും സൂസിയൊന്നും അല്ല, വിസ. ഓ, അത് തന്നെ. ഓ, ചിലപ്പോ ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിന്നിരിക്കും. അത് സ്വാഭാവികം. നിങ്ങൾ നേരാണോ അമ്മ ഈ പറയുന്നത്? പിന്നെ ഞാൻ എന്തിനടി നിന്നെ പോലുള്ളവരോടൊക്കെ നുണ പറയുന്നത്? അല്ല, ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലത്തേക്ക് അമ്മ പോകുന്നേ? അല്ല, അതൊക്കെ നീ അറിയുന്ന എന്തോന്നിന്? അതെ, എന്തായാലും നിന്റെ ഭർത്താവിനെയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു കറക്കം. ഡൽഹിയിൽ താമസിച്ചിട്ട് കുറെ മന്ത്രിമാരെയൊക്കെ ഒന്ന് കാണണം. പോകേണ്ട സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിന്നോട് ഞാൻ പറയാം. മാറി നിൽക്കണ പെങ്കോത്ത അങ്ങോട്ട്. ദൈവമേ, ഭസ്മാസുരന് പണ്ട് ശിവൻ വരം കൊടുത്ത പോലെ ആയല്ലോ. ചേട്ടാ, ഈ ടൂർ പോകാനൊക്കെ ഇവരുടെ ഇവിടുന്ന കാശ്? എനിക്കങ്ങനെ അറിയാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നുണ പറയില്ല. പോവാൻ തന്നെ അവരുടെ പരിപാടി. പക്ഷെ കാശ് നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവരുടെ പൂത്ത കാശുണ്ട്, അതുറപ്പാ. അതെങ്ങനെ വന്നു? എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഇവരൊരു വരദരാജൻ മുതലിയാരെ കുറിച്ച് എപ്പോഴും പറയാറില്ലേ? ഇവരാ മുതലിയാരെ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ കാശും കൊള്ളയടിച്ചോണ്ടാ ഈ വരവ് വന്നിരിക്കുന്നത്. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. ജയേട്ടാ, നിങ്ങളൊന്ന് സൂക്ഷിച്ചു. ദൈവമേ, ഈ തള്ള എന്നെ കൊണ്ട് ജയിലിലെ മട്ടം തീറ്റിക്കും. എന്നാലും എന്റെ ദേവി, എത്ര പഞ്ചപാവായിരുന്നു എന്റെ രാധ. അവളെന്താ എങ്ങനെയായിപ്പോയേ? മുമ്പൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. രാജു അവൾക്ക് ജീവനായിരുന്നു. അവന്റെ പിറന്നാൾ ദിവസം അവൾക്ക് എന്ത് സന്തോഷമായിരുന്നു. അച്ഛാ, വിഷമിക്കില്ലേ? എന്നാലും നിങ്ങളുടെ അമ്മ ഇങ്ങനെ മാറിപ്പോയല്ലോടാ മോനെ. മാറിപ്പോയതല്ലോ അച്ഛാ, മാറ്റിയെടുത്തതല്ലേ. ആരൊക്കെ അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും അവൾക്ക് നിന്നെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? എന്താണ് ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ വെറും പാവമല്ലേ അച്ഛാ.
ആർക്കും പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. ശരീരത്തിലെന്തോ ബാധ കയറിയ പോലെ അവളുടെ പെരുമാറ്റം. മോളോട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവളുടെ ഭാഷ തന്നെ മാറിപ്പോയി. ഇക്കാര്യം ഓർത്ത് നമ്മൾ പല പ്രാവശ്യം വിഷമിച്ചിട്ടുള്ളതല്ലേ അച്ഛാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചമ്മണി വീട്ടിൽ കയറി വന്ന കാലം മുതല് വീടലങ്കോലായി. എത്ര വൃത്തിയുടെ സ്വഭാവ സ്ത്രീക്ക്. ആ സ്ത്രീയെ അടിച്ച് പുറത്താക്കി പുണ്യാകം തളിക്കണം. അതൊക്കെ പെട്ടെന്ന് പ്രാക്ടിക്കൽ ആവുന്ന കാര്യമാണോ അച്ഛാ? അത് അളിയന്റെ അമ്മയല്ലേ? ഒരളിയനും പെങ്ങളും. കാര്യം അവിടെ എന്റെ മോളാ അച്ഛാ. പക്ഷെ എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? അവനൊരു പണിക്ക് പോവില്ല. അവനൊരു ഉളുപ്പില്ലേ? ഇങ്ങനെ ഇവനൊക്കെ ഇത്തികണ്ണികളെ പോലെ ജീവിക്കാൻ. വിശേഷൽ പൂജക്കുള്ള സമയം ഞങ്ങള്. മോൾക്ക് ആ പൂജയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതുവരെ ചെയ്തിട്ടില്ല. ദൈവം എന്ന് വെച്ചാ കരുണയല്ലേ ഞങ്ങളെ. മനുഷ്യന്റെ കണ്ണീരിന് മുൻപിൽ അലിയാത്ത ഏത് ദൈവം ഉള്ളത്? അങ്ങള് വാ രാജു. ഓ വാ. വാച്ച. ദേവി, എന്റെ മോനെ കാത്തോണേ. 2 വയസ്സ് മുതൽ ഞാൻ നടത്തുന്നതാ ഇവിടെ വിശേഷ പൂജയും പൂപ്പറയും. പക്ഷെ അവന്റെ ഈ പിറന്നാളിന് എനിക്കത് മുടക്കേണ്ടി വരുന്നു. എന്നോട് ക്ഷമിക്കണേ ദേവി. ഞാൻ ചെയ്തു പോകുന്നത് എന്റെ ശരികളാണ്. അവിടുത്തെ തീരുമാനത്തിന് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരികെ പോകാൻ വന്നതാ. എന്റെ മോനെ കാത്തോടെ.